day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. ഭയങ്കര പ്രയാസമുള്ള ഒരു മാച്ചിന് ശേഷം ടീം ബെയർഫുട്ടിന്റെ ഫുട്ബോളേഴ്സിന് കാര്യമായിട്ട് പരിക്കേറ്റു. ഐസക് രാപ്പകലിരുന്ന് ഈ ഫുട്ബോളേഴ്സിനെ റിപ്പയർ ചെയ്ത്, അതുകൂടാതെ അവരുടെ ഓഫൻസ് ഡിഫൻസ് കേപ്പബിലിറ്റി മെച്ചപ്പെടുത്താൻ അവരിൽ പുതിയ എക്വിപ്മെന്റ് ഫിറ്റ് ചെയ്തു. ഷാഡോന് പുതിയ ഗോൾ കീപ്പർ ഗ്ലൗസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ 8ന്റെ മാച്ചിന് വേണ്ടി എല്ലാ ഫുട്ബോളേഴ്സും ഭയങ്കര സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവസാനം മെത്ത് റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് യൂസ് ചെയ്യുന്ന രീതി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ ടീം ബെയർഫുട്ട് നാഷണൽ ടൂർണമെന്റിൽ കളിക്കേണ്ട ഒരു ടീമായിട്ട് മാറിയിരിക്കുന്നു. അവനെ എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല ഷോൺ. നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവന്റെ സ്ട്രെങ്ത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. GGO നാഷണൽ ടൂർണമെന്റിന്റെ ഫൈനൽ 8ലെ എലിമിനേഷൻ റൗണ്ട് ഇപ്പൊ തുടങ്ങാൻ പോകുന്നു. ഇന്നത്തെ മാച്ച് ടീം സ്കൈ വീൽസും ടീം ബെയർഫുട്ടും തമ്മിലാണ്. ഇരു ടീമുകളും ഇന്ന് ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ടീം ബെയർഫുട്ട് കഴിഞ്ഞ കുറെ മാച്ചസ് അഡ്വാൻറ്റേജസ് ഇല്ലാണ്ടാണ് കളിച്ചത്. ഇരു ടീമുകളുടെയും കളിക്കുന്ന രീതിയിൽ വളരെ സാമ്യമുണ്ട്. ഇനി ഏത് ടീമാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഹെഡ്സ് മതി. നിക്കോളാസ്, നീ ടെയിൽസ് ചൂസ് ചെയ്യേ. എല്ലാം ഒന്ന് തന്നെയല്ലേ? ഇല്ല, ചെയ്യില്ല. ഞാൻ ഹെഡ്സ് തന്നെ ചൂസ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടെയിൽസ് ചൂസ് ചെയ്യാം. അവന്റെ അടുത്ത് വഴക്കിട്ടിട്ട് പ്രയോജനമില്ല. ഇത് ഹെഡ്സ് ആണ്. ഞങ്ങൾ ടാക്ടിക്കൽ ലെഫ്റ്റ് നിന്ന് തുടങ്ങും. റൈറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് റെഡ് യൂണിഫോം ഇട്ട ടീം ബെയർഫുട്ട് ആയിരിക്കും. ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഓറഞ്ചും ബ്ലൂവും യൂണിഫോം ഇട്ട ടീം സ്കൈ വീൽസ് ആണ്. ഇരു ടീമുകളിലുമുള്ളത് വളരെ ടാലന്റ് ഉള്ള കുറെ പ്ലേയേഴ്സ് ആണ്. ഇവർ തമ്മിൽ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ആദ്യം സ്കോർ ചെയ്യാൻ പോകുന്ന ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ്. ടീം ബെയർഫുട്ടും ടീം സ്കൈ വീൽസും തമ്മിലുള്ള മാച്ച് GGO ഫുട്ബോൾ നാഷണൽ ടൂർണമെന്റിൽ തുടങ്ങാൻ പോവുകയാണ്. ക്ലോൺ സീപ്പ്, നമ്മൾ ചെയ്ത പ്ലാൻ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ചെയ്യണം. അതെ, മനസ്സിലായി. മാച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കൗണ്ടർ അറ്റാക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെത്ത്, സാറ്റലൈറ്റ്, ന്യൂക്ലിയസ്, നിങ്ങൾ സ്കോർ അടിക്കാൻ ട്രൈ ചെയ്യൂ. മനസ്സിലായോ? അതെ, മനസ്സിലായി. ബെയർഫുട്ടിലെ എല്ലാ പ്ലേയേഴ്സും ഒഫൻസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതും മാച്ച് തുടങ്ങിയ ഉടനെ. ഇതാണ് അവസരം. ന്യൂക്ലിയസ്, വേഗം ബോൾ ടൈറ്റനിലേക്ക് പാസ് ചെയ്യും. സ്കൈ വീൽസിലെ ഫുട്ബോളേഴ്സ് സ്വീപ്പും ഹോക്കും ബെയർഫുട്ടിലെ സ്റ്റാർ ഫുട്ബോളർ മിത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരിപ്പോ മിത്തിന്റെ അടുത്തെത്താറായി. ബെയർഫുട്ട് ടീമിലെ ഫുട്ബോളേഴ്സിന് കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ച പരിക്കുകളൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു. അതവർക്കൊരു തടസ്സമേ അല്ല.
അവരതിനെ സാറ്റലൈറ്റ് എടുത്ത് പാസ് ചെയ്ത് നോക്കുവാണ്. സ്മിത്ത് ബോളിനെ സാറ്റലൈറ്റിനടുത്തേക്ക് പാസ് ചെയ്യാന്ന് എതിർ ടീമിനെ വെറുതെ പറ്റിക്കാൻ നോക്കിയതാ. പക്ഷെ അവരിപ്പോൾ ഷോട്ട് അടിക്കാനാണ് ശ്രമിച്ചത്. ടീം ബെയർഫുട്ട് ഗോൾ അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ സ്കൈ കിങ്സ് അതിനെ സമ്മതിച്ചില്ല. വളരെ നന്നായിരുന്നു ക്ലോൺ. ഞാൻ ഇതായിരുന്നു ആഗ്രഹിച്ചത്. മിത്താണ് അവരുടെ കീ പ്ലെയർ. അവനെ ശ്രദ്ധിച്ചാ മതി. നമുക്കറിയാം അവരെപ്പോഴാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ആൻഡ് ടൈറ്റൻ, നിങ്ങൾ അവരെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ വളരെ സ്ലോ ആയിരുന്നു, സോറി. അല്ല, നീ സ്ലോ ആയത് കൊണ്ടല്ല, ഞാൻ പാസ് ചെയ്യാത്തത് കൊണ്ടാ. ചാടി കയറി അങ്ങ് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം നമുക്ക് ഡിഫെൻഡ് ചെയ്ത് അവരുടെ ഗോളുകളൊക്കെ തടയാൻ നോക്കാം. കം ഓൺ എവരിബഡി. നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. നിന്നെ ഞാൻ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. എന്റെ അടുത്ത് അങ്ങനെ രക്ഷപ്പെടാന്നും കരുതണ്ട. ടൈറ്റൻ, നീ അവിടെ പോയി അവനെ ബ്ലോക്ക് ചെയ്യാൻ നോക്ക്. ടൈറ്റൻ, നീ അവനെ പേടിക്കണ്ട. പെട്ടെന്ന് ചെന്ന് അവനെ ബ്ലോക്ക് ചെയ്യാൻ നോക്ക്. നീ ഇപ്പോഴേ ഷൂട്ട് ഔട്ട് ചെയ്യില്ലേ? മിത്തിനെ നല്ലോണം കളിപ്പിക്കാൻ നോക്ക്. ക്ലോൺ, നീ റെഡി ആയിക്കോ. ഇവരെന്താണ് അവിടെ ചെയ്യുന്നത്? അത് ശരിയാ, അവരെ എപ്പോ നോക്കിയാലും അവിടെ നോക്കി നിൽക്കുന്ന കാണാം. ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമോൺ മേത്ത്, ഇതാണ് നിന്റെ ചാൻസ്. നീ വേഗം ചെന്ന് ആ ബോൾ എടുക്കാൻ നോക്ക്. ചെല്ല്. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ടാർഗറ്റ് എത്തി, വേഗം അറ്റാക്ക് ചെയ്യ്. മൂന്ന് ഫുട്ബോളേഴ്സിനെ വെച്ച് മിത്ത് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. മിത്ത്, ഇപ്പോഴാണ് നിനക്ക് ബോൾ പാസ് ചെയ്യാൻ കറക്റ്റ് ആയ സമയം. നീ നിന്റെ സിഗ്നേച്ചർ മൂവ് ഉപയോഗിക്കണം. അവര് വേണമെന്ന് വെച്ചിട്ട് മിത്തിനെ കൊണ്ട് സിഗ്നേച്ചർ മൂവ് എടുപ്പിക്കുക. കാരണം മിത്ത് വേഗം ടയർഡാവാൻ. വളരെ നല്ലോണമാണ് ക്ലോൺ കളിച്ചത്. കണ്ടില്ലേ, ബെയർഫുട്ടിന്റെ അടുത്ത് ബോൾ തട്ടിയെടുത്തത് കണ്ടിട്ട് ബെയർഫുട്ട് പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. ഓ, ഒരു കണക്കിന് രക്ഷപ്പെട്ടു. അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിനക്കോ? നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ജിജിയോ ഫുട്ബോളറിനെ ടയറിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. പിന്നെന്തിനാ നീ ഐസക്കിന്റെ കയ്യിൽ അവനെ കൊടുത്തത്? ഓ, ജിജിയോ ഫുട്ബോൾ. ഐസക് അത് എടുത്തുന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നീ നിന്റെ മെയിൽ നോക്കിയില്ലേ? ഞാൻ നിനക്ക് അയച്ചു തന്നതാണല്ലോ. എനിക്ക് എന്റെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ ഒളിവിലല്ലേ, ഞാൻ ഓൺലൈനിൽ വന്ന് ഞാൻ ട്രേസ് ചെയ്യില്ലേ. എന്ത്, നീ ഒളിവിലാണെന്നോ? എന്താ പ്രശ്നം? ശരി, സാരമില്ല. നീ എന്നോടൊന്നും പറയണ്ട. ഞാൻ ഐസക്കിനോട് പറയാം നിന്നോട് സംസാരിക്കാൻ. സാരമില്ല, ഞാൻ തന്നെ അവനെ കണ്ടുപിടിച്ചോളാം. നിക്കോളസിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അവന്റെ പ്ലാൻ വ്യത്യസ്തമായിരിക്കും. എന്ത് വ്യത്യാസമായിരിക്കും ഷോൺ?
അവരുടെ കീ ഫുട്ബോളേഴ്സ് മാർക്ക് ചെയ്യുന്നത് വളരെ വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? അവരുടെ കീ ഫുട്ബോളേഴ്സ് മാർക്ക് ചെയ്യുന്നെന്നോ? അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് എന്താ അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ നോക്കുമ്പോഴൊക്കെ അവൻ എന്നെ റീഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. റീഡ് ചെയ്യുന്നുണ്ടെന്നോ? ബെയർഫുട്ട് സ്കൈ വീൽസിനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവരിപ്പോഴും ബോൾ പാസ് ചെയ്യുക മാത്രമാണ്. കണ്ടിട്ട് ഇതുവരെ ശരിക്കുള്ള കളി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അവരുടെ ബലം ലാഭിക്കാൻ നോക്കുകയാണോ? ഹേയ്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണ്ട. ഗെയിം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ന്യൂക്ലിയസും മിത്തും സാറ്റലൈറ്റിന് ഹെൽപ്പ് ചെയ്യ്. സാറ്റലൈറ്റ് മിത്തിന് ബോൾ പാസ് ചെയ്യ്. മിത്ത്, നീയാണ് ഷോട്ട് അടിക്കേണ്ടത്. സാറ്റലൈറ്റ് അവന്റെ സൈഡിൽ നിന്ന് പോ. നിന്റെ കഴിവ് പെട്ടെന്ന് കാണിക്ക്. ഞാൻ ഈ ബോൾ തട്ടിയെടുക്കും. തന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഒന്ന് ചെയ്തു കാണിക്ക്. സീപ്പ് ഇന്ന് കളിക്കാനുള്ള ഉന്മേഷത്തിലാണ്. എന്ത് ചെയ്താണെങ്കിലും സാറ്റലൈറ്റിന്റെ അടുത്ത് ബോൾ തട്ടിയെടുക്കാനാണ് ഉദ്ദേശം. സാറ്റലൈറ്റ് വളരെ ഭംഗിയായിട്ടാണ് ഡ്രിബിൾ ചെയ്യുന്നത്. ഈ ഡ്രിബിൾ കാണാൻ എന്തുമാത്രം ഭംഗിയുണ്ട്. സീപ്പ് ഈ പ്രാവശ്യം വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടു. ഫൗളാണിത്. സീപ്പ് ഇപ്പൊ പെനാൽറ്റി ഏരിയയിലാണ് നിൽക്കുന്നത്. റെഫറി പെനാൽറ്റി കിക്കിന് വിളിക്കുമോ? ഈ കളിക്കാർ ചീറ്റിംഗ് ചെയ്യാണല്ലോ. അവൻ എന്തിനാ പെനാൽറ്റി ഏരിയ നിൽക്കുന്നത്? അവൻ കാണിച്ചത് വലിയ ബോളായിരുന്നു. അതൊരു ഫൗളായിരുന്നു. പിന്നെന്തിനാ പെനാൽറ്റി കിക്ക്? എന്താ ഇത്? ഫസ്റ്റ് ഹാഫിൽ പെനാൽറ്റി കിക്കോ? പെനാൾട്ടി കിക്കോ? ഇതെന്താ സ്വപ്നം കാണുകയാണോ? റെഫറി സീപ്പിന് കൊടുത്തത് ഒരു യെല്ലോ കാർഡാണ്. പുറകിൽ നിന്ന് തള്ളിയത് കൊണ്ടാണ് യെല്ലോ കാർഡ് കൊടുത്തത്. യെല്ലോ കാർഡ് കൊടുത്തത് കൊണ്ട് പെനാൽറ്റി കിക്ക് ഉണ്ടാവില്ല. എന്താ ഇത്? റെഡ് കാർഡിൽ കൊടുക്കേണ്ടത്. പെനാൽറ്റി കിക്ക് കൊടുത്തേ പറ്റൂ. മിത്ത്, റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ഇപ്പൊ ഉപയോഗിക്ക്. ഒരു ഫ്രീ കിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് സിഗ്നേച്ചർ മൂവ് ഉപയോഗിക്കണോ? കൺട്രോൾ ചെയ്യാൻ പറ്റോ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മിത്ത് ശരിക്കും റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് എടുക്കാൻ മിടുക്കനാണ്. എന്നെ വിശ്വസിക്കൂ. മിത്ത് ഇപ്പൊ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ആ നിക്കലസിന് അവന്റെ പവർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാനത് സമ്മതിക്കുന്നു. റോറിൻ ഫ്ലെയിം സ്ട്രൈക്കോ? ഐസക്, ഞാൻ വിരിച്ച വലയിൽ എത്ര പെട്ടെന്നാ വീണേ. ഇത് മോശമായി പോയി. എല്ലാരും അവരെ ബ്ലോക്ക് ചെയ്യ്. ക്ലോൺ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ടീം സ്കൈ വീൽസ് ശരിക്കും അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലെയർ ക്ലോൺ അവിടെ കാണുന്നില്ല. അവൻ മിത്തിന്റെ അടുത്താണ്. സ്കൈ വീൽസിന്റെ കൺട്രോളർ ഒരു വ്യത്യസ്തമായ അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ കൂട്ടത്തില് ക്ലോൺ ഇല്ലല്ലോ. പുതിയ എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്തപ്പോ അവരുടെ ഷൂട്ട് ഔട്ട് നല്ല ആക്യുറേറ്റും പവർഫുള്ളുമാണ്. നമ്മൾ തീർച്ചയായും ഈ കളി ജയിക്കും. സൂപ്പർ ഗോൾ അടിച്ചേ. സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ആ ഗോൾ അടിക്കും. ക്ലോൺ, നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊരവസരം കൂടി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും കളിക്കാം. എന്നാ ഒരു അവസരം കൂടി തരാം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിക്കോളാസ് സമാധാനത്തോടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവനാണ് ശരിക്കുള്ള ലീഡർ. ടീം ബെയർഫുട്ടിന്റെ സ്കോർ ഇപ്പോ 1-ആയി. ടീം സ്കൈ വീൽസ് അതിനെ ഇപ്പൊ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമോ?
നിസ്സാരമായി കാണരുത്. നേരത്തെ കളിച്ച പോലെ തന്നെ കളിക്കണം. മനസ്സിലായി. മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് ഇപ്പൊ കഴിയാറായി. ബെയർഫുട്ട് ഇപ്പോഴും ഒരു ഗോൾ കൊണ്ടാണ്. വേഗം ഗോൾ അടിക്കാൻ നോക്ക്. അറ്റാക്ക്. ബെയർഫുട്ടിന്റെ കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ടീം സ്കൈ വീൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേഗാവട്ടെ, ആ ബോൾ അടിക്കാൻ നോക്ക്. സാറ്റലൈറ്റ് പെട്ടെന്ന് വേണം. നീ മിത്തിന്റെ കൂടെ തന്നെ നിക്ക്. ന്യൂക്ലിയസ് ആ ഡയറക്ഷനിൽ തന്നെ ടാക്കിൾ ചെയ്യ. ഞാനതിന് സമ്മതിക്കില്ല. സ്കൈ വീൽസ് ഇപ്പോ വലിയൊരു പ്രശ്നത്തിലാണ്. അവർക്കെതിരെ ഇപ്പൊ 2 പേര് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുമോ? നിക്കോളാസ് പ്ലീസ്, ഈ മാച്ച് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക്. സാറ്റലൈറ്റ് നീ നന്നായിട്ട് അറ്റാക്ക് ചെയ്യ്. ഗ്രാവിറ്റി ട്രിബിൾ യൂസ് ചെയ്യ്. വീണ്ടും ഒരു വലിയ പ്രശ്നത്തിലാണ്. ഇനിയുള്ള മാച്ച് മെത്തും അവരുടെ ഗോൾ കീപ്പറും തമ്മിലാണ്. മെത്തിന് ടീം ബെയർഫുട്ടിന് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കാൻ സാധിക്കുമോ? ഉടനെ ഗോൾ അടിക്കണം. മെത്ത്, നീ ഇപ്പൊ തന്നെ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്കിനെ ഉപയോഗിക്ക്. അതെ, മനസ്സിലായി. ക്ലോൺ, മിത്ത് റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ഉപയോഗിക്കുന്നു. നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, വിടരുത്. അവന്റെ സിഗ്നേച്ചർ മൂവ് യൂസ് ചെയ്യാൻ പോവുകയാണ്. The roaring flame strike. നിന്റെ ഷോട്ട് നന്നായിരിക്കുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് ടീം ബെയർഫുട്ട് രണ്ടാമത്തെ ഗോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സ്കോർ 2-0 ആണ്. ബെയർഫുട്ട് വളരെ നല്ലതാണല്ലോ. അവരെ കളി ജയിക്കും. നമ്മുടെ നൂഡ് കാണാം. എന്താ പറ്റിയേ? കോൾമാൻ, നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം ഔട്ട് ഡിക്ലെയർ ചെയ്ത് ഗെയിം വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ശരീരം വളരെ വീക്കാണ്. ഈ കുട്ടിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട്. നല്ല റെസ്റ്റ് വേണം. ഞങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്റെ ചേച്ചി തലകറങ്ങി വീണതല്ലേ ഉള്ളൂ. കുറച്ചങ്ങ് മനുഷ്യത്വം കാണിക്ക്. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നല്ല. അവൾക്ക് ഒരു കുഴപ്പമില്ല. നീ ഒരു ഭയങ്കര സാധനം തന്നെ. ഞങ്ങൾ മാച്ച് റീഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചു, കേട്ടല്ലോ. ഞാൻ മാച്ച് ഒറ്റയ്ക്ക് കളിച്ചോളാം. റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇല്ല, മാറ്റി വെച്ചേ പറ്റൂ. ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം മാച്ച് മാറ്റി വെക്കാനുള്ള റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്റെ സൈഡിൽ നിന്നായിരിക്കണം. എതിർ ടീമിന് ഇതിന് പറയാനുള്ള അവകാശമില്ല. ശരിയല്ലേ? ആ പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ മാച്ച് റീഷെഡ്യൂൾ ചെയ്യാൻ പറയുന്നത് ഒരു നഷ്ടമല്ലേ? അതെ, റൂൾ അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോ നിങ്ങൾ തോൽവി സമ്മതിച്ചോ? നീ ആള് കൊള്ളാലോ. നിനക്ക് ഇത്ര ധൈര്യോ? നിങ്ങൾ വഴക്കിടാതിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കോൾമാൻ, ഉറപ്പായിട്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, തീർച്ചയായും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കാരണം മാച്ച് നിന്നുപോയില്ലേ. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സുഖമായാൽ അത് മതി. മാച്ച് തുടർന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നിക്കോളാസ്, നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ നോക്ക്. എന്നാലേ നമ്മുടെ നൂഡിൽ കാട്ട് നഷ്ടപ്പെടാതിരിക്കൂ. ഇവന്റെ സ്വഭാവം എന്താ ഇങ്ങനെ?
നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. ഇനിയും ടെൻഷൻ കൂടി കഴിഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. ഒന്ന് സമാധാനിക്കൂ. ഈ മാച്ച് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ നൂഡിൽ കാട്ടിന് വേണ്ടി അല്ല, ഞങ്ങളുടെ അച്ഛന്റെ നൂഡിൽ കാട്ടിന് വേണ്ടി. മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പൊ സ്കോർ 2-0 നിൽക്കുന്നത്. ഒരു കൗണ്ടർ അറ്റാക്കിന് വേണ്ടി സ്കൈ വീൽസ് വളരെ കേമനാണ്. ഇനി സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് കാണാം. അപ്പൊ ശരി ക്ലോൺ, ഇപ്പൊ മിത്തിന്റെ ഫ്ലെയിമിംഗ് സ്ട്രൈക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? അതെ ക്യാപ്റ്റൻ, എനിക്കെല്ലാം മനസ്സിലായി. നീ 100% കോൺഫിഡന്റ് അല്ലേ? അതെ, എനിക്ക് നല്ല കോൺഫിഡന്റാ. എന്നാ പിന്നെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിക്കോ.